ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് നവംബർ 22 ഒരു ട്രേസറിൻ്റെ എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ റെയിൽവേ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സിലബസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 8 മാർക്കാണുള്ളത്. അതിൽ നമുക്ക് 3 ഭാഗങ്ങളാണ്. ഹൈവേ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, റെയിൽവേ ഉണ്ടാവും, ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതിൽ നമ്മൾ ഹൈവേയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹൈവേന്ന് നോക്കുകയാണെങ്കിൽ റോഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ റോഡ് അലൈൻമെൻറ്റ് ഉണ്ട്, ക്ലാസിഫിക്കേഷനും കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. ഇത്രയും കാര്യം മാത്രമേ നമുക്ക് എവിടെ നിന്ന് വരുന്നുള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് ഹൈവേയിലെ ഭാഗത്തു നിന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ റെയിൽവേയിലേക്ക് നോക്കുകയാണെങ്കിൽ റെയിൽവേയിൽ അത്യാവശ്യം എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും, അതായത് റെയിൽവേയുടെ സ്റ്റാർട്ടിങ് റെയിൽ സെക്ഷൻസ് മുതൽ ലാസ്റ്റ് വരുന്ന സിഗ്നൽസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെയിൽവേ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ പിന്നീട് വന്നിട്ടുള്ളത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന ടോപ്പിക് തന്നെ. ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചർ, സബ് സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ, അതുപോലെ ബ്രിഡ്ജ് ഫൗണ്ടേഷൻ, ആ ഒരു ഭാഗമാണ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ വിഡ്ത്ത് ഓഫ് ടോപ്പ് പോർഷൻ ഓഫ് എ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ. ഒരു ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിൻ്റെ ടോപ്പ് പോർഷൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം ഈ ഒരു ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പിലാണ് റെയിൽസിനെ പറയാനായിട്ട് സാധിക്കുക അല്ലേ. ഏതൊക്കെയാണ് 3 ടൈപ്പ് റെയിലുകൾ നമ്മൾ പറയാറുള്ളത്? യെസ്, ഏതൊക്കെയാണ്? ഡബിൾ ഹെഡഡ് റെയിൽ ഉണ്ട്, ദെൻ ബുൾ ഹെഡഡ് റെയിൽ ഉണ്ട്, ദെൻ പിന്നെ വരുന്നതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കറിയാം ഡബിൾ ഹെഡഡ് റെയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള റെയിൽ എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഡബിൾ ഹെഡഡ് റെയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ടോപ്പും ബോട്ടും ഒരേപോലെയാണ് ഇരിക്കുക അല്ലേ. അപ്പോൾ ടോപ്പ് പോർഷൻ വിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ട് ബോട്ടം പോർഷനെ പിന്നീട് ടോപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായിരുന്നു ഡബിൾ ഹെഡഡ് റെയിൽ. അപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ അത് ഒബ്സൊലേറ്റ് ആയി പോയിട്ടുണ്ട്. പിന്നെ ഡെവലപ്പായി വന്ന ഒന്നായിരുന്നു ബുൾ ഹെഡഡ് റെയിൽ എന്ന് പറയുന്നത്. സോ ബുൾ ഹെഡഡ് റെയിലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ടോപ്പിൽ വിട്ട് കൂടുതലായിരിക്കും ബോട്ടത്തിനെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുൾ ഹെഡഡ് റെയിലിൽ ഇരിക്കണമെങ്കിൽ അതിനിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെയർ അതിൻ്റെ ബോട്ടത്തിലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ റെയിലിനെ നമുക്ക് സ്ലീപ്പറുമായിട്ട് ഫിക്സ് ചെയ്ത് ഇരുത്താനായിട്ട് പറ്റുള്ളായിരുന്നു. ഓക്കെ, ദെൻ പിന്നീട് വന്നതാണ് ഏത് നമ്മളിപ്പോൾ പറഞ്ഞ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ബോട്ടം പോർഷന് വിഡ്ത്ത് കൂടുതലായിരിക്കും അല്ലേ. ബോട്ടം പോർഷന് വിഡ്ത്ത് കൂടുതലായിരിക്കും. ചാൾസ് വിഗ്നോൾസ് ആണ് ഈ ഒരു റെയിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെയിലിനെ എന്ത് പേരും കൂടി വിളിക്കാറുണ്ട്? വിഗ്നോൾസ് റെയിൽ എന്നും കൂടി വിളിക്കാറുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നമുക്ക് പറയാം? ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ അല്ലെങ്കിൽ വിഗ്നോൾസ് റെയിൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോപ്പ് ഹെഡിൻ്റെ വിഡ്ത്താണ് ചോദ്യം അല്ലേ. ടോപ്പ് ഹെഡിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 66.68 mm ആണ് ടോപ്പ് വിഡ്ത്ത്. ഇനി ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബോട്ടം വിഡ്ത്ത് കാണാം. 136.53 mm ആണ് ബോട്ടം വിഡ്ത്ത് വരിക. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഓവറോൾ ഡെപ്ത് ആയിട്ട് വരുന്നത് 142.88 mm ആണ്. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ 66.68 mm ആണ് ടോപ്പ് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്, എന്നാലും കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി? അറിയാമല്ലേ എന്താ സ്ലീപ്പർ ഡെൻസിറ്റി? ഒരു സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സ്ലീപ്പർ ഡെൻസിറ്റി എന്നുള്ളത്. സോ ഇവിടെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി
കൊടുത്തിരിക്കുന്ന കണ്ടോ, നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ കിലോമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയണം ഒരു സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് ട്രാക്കിൻ്റെ സ്ലീപ്പർ ഡെൻസിറ്റി നമ്മൾ എത്രയാണ് പറയാറ്? 18 എന്നാണ് പറയാറുള്ളത്. ബ്രോഡ് ഗേജ് ട്രാക്കിൽ നമ്മൾ 18 സ്ലീപ്പർ ഡെൻസിറ്റി ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ്? സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബല്ലാസ്റ്റ് ഫോർ CTS9 ആൻഡ് സ്റ്റീൽ സ്ലീപ്പർ. ഓക്കെ, CST9 സ്ലീപ്പർ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. CST9 ആൻഡ് സ്റ്റീൽ സ്ലീപ്പറിൻ്റെ ബല്ലാസ്റ്റിൻ്റെ സൈസ് എന്താണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്ലീപ്പേഴ്സിൻ്റെ താഴെ നമ്മൾ ബല്ലാസ്റ്റ് കൂടെ നമ്മളൊരു റെയിൽവേ ട്രാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണുന്ന കമ്പണൻ്റ് ആണല്ലേ, 2 റെയിൽ സെക്ഷൻസ് ഉണ്ടാവും, അതിന് താഴെ സ്ലീപ്പർ ഉണ്ടാവും, സ്ലീപ്പറിന് താഴെ ബല്ലാസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇതെല്ലാം ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ സബ് ഗ്രേഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ ഒരു CST9 സ്ലീപ്പേഴ്സിൻ്റെയും അതുപോലെ സ്റ്റീൽ സ്ലീപ്പറും വരുമ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബല്ലാസ്റ്റിൻ്റെ സൈസാണ് ചോദ്യം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബല്ലാസ്റ്റിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ പറയാറുള്ളത്? CST9 സ്ലീപ്പറിൻ്റെ കേസിലും അതുപോലെ തന്നെ ട്രഫ് സ്റ്റീൽ സ്ലീപ്പറിൻ്റെ കേസിലും അതിൻ്റെ താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബല്ലാസ്റ്റിന് 38 മുതൽ 40 mm വരെയാണ് നമ്മൾ സൈസ് പറയാറുള്ളത്. ഓക്കെ, 38 മുതൽ 40 mm വരെയാണ് നമ്മൾ സൈസ് പറയാറുള്ളത്. ഇനി ഇത് വുഡൻ സ്ലീപ്പറോ അല്ലെങ്കിൽ പോട്ട് സ്ലീപ്പറോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ വുഡ് ആൻഡ് പോട്ട് സ്ലീപ്പർ ആകുന്ന സമയത്ത് 50 mm ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കാം, അവിടെ ബല്ലാസ്റ്റിൻ്റെ സൈസ് വരുന്നുണ്ടായിരിക്കാം. ഇനി ഇത് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിലാണെങ്കിൽ ക്രോസിങ്സിൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 25 mm ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക, ബല്ലാസ്റ്റിൻ്റെ സൈസ് കൊടുക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇതെല്ലാം മാറി മാറി ചോദിക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ചോദിച്ചത് CST9 കാര്യമാണ്, അത് 38 to 40 mm ആണ്. സോ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എന്തെടുക്കാം, 40 mm ആൻസറായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബല്ലാസ്റ്റിൻ്റെ സൈസ് പറഞ്ഞു. ഇതുപോലെ തന്നെ ബല്ലാസ്റ്റിൽ നമ്മൾ ബല്ലാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡെപ്ത് കൂടി നമ്മൾ പറയാറുണ്ട്. ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് നമ്മൾ പറയാറുള്ളത് എങ്ങനെയാണ്? ബ്രോഡ് ഗേജ് ട്രാക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക 20 to 25 mm ആണ് നമ്മൾ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെൻ മീറ്റർ ഗേജ് ട്രാക്ക് ആണെങ്കിൽ 15 mm അല്ല കേട്ടോ, സെൻറ്റിമീറ്റർ ആണ്. മീറ്റർ ഗേജ് ആണെങ്കിൽ 15 to 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ബല്ലാസ്റ്റ് കുഷ്യൻ്റെ ഡെപ്ത് കൊടുക്കാറുള്ളത്. നാരോ ഗേജ് ട്രാക്ക് ആണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഡെപ്ത് കേട്ടോ. സൈസ് ഓഫ് ബല്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് ഇതും കൂടി അറിയുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ബ്രോഡ് ഗേജ് ട്രാക്കിൻ്റെ വാല്യൂസ് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മൾ 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം എന്താ? ദ ഡിഫക്റ്റ് കോസ്ഡ് വെൻ ദ റെയിൽ വിത്ത് ഇറ്റ്സ് എൻഡ് ഓർ എൻഡ്സ് ബെൻറ്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് കോൾഡ്. ഓക്കെ, എന്താണ്? റെയിൽ എൻഡിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ റെയിൽ എൻഡിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെ നമുക്ക് എന്ത് പറയാം? ഹോഗിങ് ഓഫ് റെയിൽ എന്ന് പറയാം. എങ്ങനെയാ? റെയിൽ ജോയിൻറ്റ് പോർഷനുകൾ എടുക്കുക. റെയിൽ എൻഡ് പോർഷനുകളിലായിരിക്കും അല്ലേ റെയിൽ ജോയിൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ജോയിൻറ്റ് പോർഷനിലായിരിക്കും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവുക? ഫിഷ് പ്ലേറ്റും ഫിഷ് ബോൾട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. ജോയിൻറ്റ് പോർഷനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫിഷ് പ്ലേറ്റും ഫിഷ് ബോൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ താഴെ ബല്ലാസ്റ്റ് ഉണ്ടായിരിക്കും, ബല്ലാസ്റ്റ് പാക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു റെയിലിൻ്റെ വീല് നോർമലി ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നോർമലി നമ്മളൊരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മളൊരു കുഴിയിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ജർക്കിങ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ട്രെയിനിൻ്റെ വീല് റെയിലിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല, നോർമലി അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഈ എൻഡ്സിൽ വന്ന് വീഴുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു ഗ്യാപ്പാണ് അല്ലേ.
ഈ ഗ്യാപ്പ് പോർഷനിൽ വന്ന് വീഴുമ്പം അവിടെ ഒരു ബാറ്ററിങ് ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ബാറ്ററിങ് ആക്ഷൻ ഉണ്ടാകുന്നതും അത് കൂടാതെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലൂസ് ആണ്. ഇതിന് താഴെയുള്ള ബല്ലാസ്റ്റ് പാക്കിങ് ലൂസ് ആണ് എന്നുണ്ടെങ്കിലും, അതായത് ബല്ലാസ്റ്റ് പാക്കിങ് ടൈറ്റ് അല്ല ലൂസ് പാക്കിങ്ങും ആണ് അവിടെ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ഈ റെയിൽ സെക്ഷൻസ് താഴത്തോട്ട് ഇതുപോലെ വളഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഹോഗിങ് ഓഫ് റെയിൽ എന്നാണ് ഈ ഒരു ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, ഹോഗിങ് ഓഫ് റെയിൽ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, സോ അതായിരുന്നു 4ാമത്തെ ചോദ്യം. ഓക്കെ, പിന്നെ ഇവിടെ മറ്റൊരു ഓപ്ഷനിൽ മറ്റൊരു പോയിന്റ് കണ്ടോ, ക്രീപ്പ് ഇൻ റെയിൽ. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എന്താ ക്രീപ്പ്? ഒരു ട്രെയിനിൻ്റെ വീല് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു റെയിലിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നമ്മുടെ റെയിലിനും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിലിനുണ്ടാകുന്ന ആ ഒരു മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രീപ്പ്. ഇതും സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നമ്മൾ 3 തിയറിയുടെ ബേസിൽ ക്രീപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അല്ലേ? ഏതൊക്കെയാ? വേവ് തിയറിയുടെ ബേസിൽ, പെർക്കഷൻ തിയറിയുടെ ബേസിൽ, ഡ്രാഗ് തിയറിയുടെ ബേസിൽ, 3 തിയറിയുടെ ബേസിൽ നമ്മൾ ക്രീപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം ഇതാണ്. മിനിമം പാക്കിംഗ് സ്പേസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ 2 സ്ലീപ്പേഴ്സ്. 2 സ്ലീപ്പേഴ്സിനിടയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മിനിമം പാക്കിംഗ് സ്പേസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 300 to 350 mm സ്പേസിംഗ് ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, നമ്മൾ നോർമലി 2 സ്ലീപ്പേഴ്സിന് ഇടയിൽ കൊടുക്കുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ജോയിന്റ് പോർഷനിലാവുമ്പം ഇവിടെ നമ്മൾ 250 mm ആയിട്ടായിരിക്കും കേട്ടോ എന്ത് കൊടുക്കുക, പാക്കിങ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ജോയിന്റ് പോർഷനിലാകുന്ന സമയത്ത് 250 mm ആയിരിക്കും നമ്മൾ പാക്കിങ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, 5ാമത്തെ ചോദ്യം. ദെൻ ഓക്കെ, അപ്പം നമുക്കിനി 6ാമത്തെ ചോദ്യം എന്താണ് എന്ന് നോക്കാം. So railway yard in which the wagons are pushed up to summit by engine and allowed to gravitate down the slope is known as. ഒരു യാർഡിനെ കുറിച്ചുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പാസഞ്ചേഴ്സിനെ ഇറങ്ങാൻ കയറാൻ അല്ലെങ്കിൽ ഗുഡ്സിനെ ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വാഗൺസിൻ്റെ സോർട്ടിങ് ചെയ്യാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാർഡ്സുകളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പല പേരുകളിലാണ് വിളിക്കാറുള്ളത്. ഇപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ടുള്ള യാർഡ്സ് ആണെങ്കിൽ അവരെ നമ്മൾ പാസഞ്ചർ യാർഡ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ഗുഡ്സിൻ്റെ ലോഡിങ് അൺലോഡിങ് അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഗുഡ്സ് യാർഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള നമ്മളിപ്പം ട്രെയിൻ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോച്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം അല്ലേ. വാഗൺസ് ഒക്കെ കറക്റ്റ് ഒരു ഓർഡറിലാണ് D1 D2 D3 അല്ലെങ്കിൽ S1 S2 S3 ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വാഗൺസിൻ്റെ സോർട്ടിങ്ങിനും അറേഞ്ച്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യാർഡുകളുണ്ട്. അവരെയാണ് നമ്മൾ മാർഷലിംഗ് യാർഡ് അല്ലെങ്കിൽ ഷണ്ട് യാർഡ് എന്ന് വിളിക്കാറുള്ളത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന നമ്മുടെ ട്രെയിനിൻ്റെ ക്ലീനിങ് പർപ്പസ്, റിപ്പയറിംഗ് വർക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ലോക്കോ യാർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മെയിനായിട്ട് 4 ടൈപ്പിലുള്ള യാർഡുകളുള്ളത്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള മാർഷലിംഗ് യാർഡിന്, അതായത് നമ്മുടെ വാഗൺസിൻ്റെ സോർട്ടിങ്ങിനും ഡിസ്പാച്ചിങ്ങിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മാർഷലിംഗ് യാർഡ് എഗൈൻ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3ആയിട്ട് നമ്മൾ മാർഷലിംഗ് യാർഡിനെ പറയാറുണ്ട്. ഫ്ലാറ്റ് യാർഡ്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ യാർഡ്, ദെൻ തേർഡ് വൺ ആണ് ഹംപ് യാർഡ് എന്ന് പറയുന്നത്. 3 തരത്തിലാണ് മാർഷലിംഗ് യാർഡ് ഉള്ളത്. ഓക്കെ, ഹംപ് യാർഡ് എന്നിങ്ങനെ 3 രീതിയിലാണുള്ളത്. ഇതിൽ ഫ്ലാറ്റ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ
അവിടെയാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുക, ഈ ട്രാക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അവിടെയാണ് നമ്മൾ ഫ്ലാറ്റ് യാർഡുകൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. വളരെ സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അധികവും നമ്മൾ ഫ്ലാറ്റ് യാർഡുകൾ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇവിടെയാണ് എൻ്റെ എൻജിൻ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ എൻജിനിലേക്ക് എനിക്കിതാ ഇവിടെയുള്ള ഈ ഒരു വാഗണ് എനിക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഞാൻ എക്സ്ട്രാ ഒരു എൻജിൻ പവർ കൊടുത്തതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യാണ്, ഈ ഒരു എൻജിൻ പോർഷനുമായിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ എൻജിൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻജിനുമായിട്ട് നമ്മുടെ വാഗണുകളെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പക്ഷെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് യാർഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്പേസ് ലിമിറ്റഡ് ആകുമ്പോൾ ആണ്. ഓക്കെ, സ്പേസ് ലിമിറ്റഡ് ആകുമ്പോഴാണ് നമ്മളത് പ്രിഫർ ചെയ്യുക. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രാവിറ്റേഷണൽ യാർഡ്. ഈ ഗ്രാവിറ്റേഷണൽ യാർഡിനെ നമ്മളൊരു ഐഡിയൽ ആയിട്ട് പറയാറുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് ഒരു ഗ്രേഡിയൻറ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സോർട്ടിങ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പൊക്കത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ എൻജിൻ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, തന്നെ ഇവിടെ വന്നിട്ട് അത് എൻജിനുമായിട്ട് ജോയിൻ ആയിക്കോളും. അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റിലാണ് നമ്മുടെ ട്രാക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള യാർഡാണ് ഗ്രാവിറ്റേഷണൽ യാർഡ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ആണ് ഹംപ് യാർഡ്. ഹംപ് യാർഡ്. സോ ഈ ഹംപ് യാർഡ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഹംപ് യാർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ തൊട്ട് ഇത്രയും പോർഷൻ വരെ നമ്മുടെ എൻജിന് നമ്മൾ ഒരു എൻജിൻ പവർ യൂസ് ചെയ്തിട്ട് കൊണ്ടുവേണ്ട വരും. നമുക്ക് ഏതിനാണോ കണക്ട് ചെയ്യേണ്ടത് അതിനെ നമുക്ക് ഇത്രയും പോർഷനിൽ എൻജിൻ പവർ കൊണ്ട് മുകളിലോട്ട് എത്തിക്കേണ്ടി വരും. ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുഷർ ലെവൽ എന്നാണ് വിളിക്കുക. പുഷർ ലെവൽ. ദെൻ ഇവിടെ ഇനി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമല്ലേ, ഇതിനെ നമ്മൾ ഹംപ് ലെവൽ എന്നാണ് വിളിക്കുക. ദെൻ ഇവിടെ നിങ്ങോട്ട് ഈ സ്ലോപ്പ്ഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷനില്ലേ, ഇത്രയും പോർഷനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെവൽ എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആദ്യം ഒരു പുഷർ ലെവല് വഴി നമ്മുടെ വാഗണെ കൊണ്ടുവന്ന് പിന്നെ ഹംപ് യാർഡിൽ നിർത്തി. ഹംപ് യാർഡിൽ നിന്ന് അതിന് എന്ത് ചെയ്യാണ്, ഹംപ് യാർഡിൽ നിന്ന് നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെവലിലൂടെ സോർട്ടിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് കുറച്ചും കൂടെ ക്വിക്കർ ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഷണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, റെയിൽവേ യാർഡ് ദ വാഗൺസ് ആർ പുഷ്ഡ് അപ്പ് ടു summit by engine and allowed to gravitate down the slopes known as. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ടൈപ്പിൽ ഏതിലാണ് അങ്ങനെ വരണേ, ആദ്യം ഒരു എൻജിൻ പവർ കൊടുത്ത് വാഗണിനെ കൊണ്ട് ഒരു സമ്മിറ്റ് പോയിന്റിൽ എത്തിക്കുന്നു, അവിടുന്ന് പിന്നെ ഗ്രാവിറ്റേഷൻ വഴി താഴത്തോട്ട് കൊണ്ടുവരുന്നു. ഏതിലാണ്? ഏതിലാണ്? ഹംപ് യാർഡിലാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഹംപ് യാർഡാണ്. ഹംപ് യാർഡാണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റേഷൻ വിച്ച് ആർ മീൻഡ് ഓൺലി ഫോർ ദ കൺട്രോൾ ഓഫ് ട്രാക്ക് കൺട്രോളിങ് മാത്രം ചെയ്യുന്നത് ഏത് സ്റ്റേഷനിലാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സ്റ്റേഷനുകളെ നമ്മൾ ക്യാബിൻ സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ക്യാബിൻ സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുകയാണ് ടെർമിനൽസ്, ജംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ പൊതുവെ റെയിൽവേ സ്റ്റേഷനുകളെ 3 ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്ങനെയാണ്? നോൺ ജംഗ്ഷൻ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ ജംഗ്ഷൻ സ്റ്റേഷനുകൾ, ടെർമിനൽ സ്റ്റേഷനുകൾ. നോൺ ജംഗ്ഷൻ സ്റ്റേഷൻ ഉണ്ട്, ദെൻ ജംഗ്ഷൻ സ്റ്റേഷൻ ഉണ്ട്, ടെർമിനൽ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ തിരിക്കാറുള്ളത്. അപ്പോൾ ഒരു നോൺ ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, അതായത് ഒരു ഡയറക്ഷനിൽ നിന്ന് അങ്ങോട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? ഒന്നുകിൽ തൃശ്ശൂർ ടു ട്രിവാൻഡ്രം പോവാം, അല്ലെങ്കിൽ തൃശ്ശൂർ ടു ഷൊർണൂർ പോവാം അല്ലേ. അങ്ങനെ ഒരു 2 സ്ഥലത്തോട്ട് മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള സ്റ്റേഷനുകളെയാണ് നമ്മൾ നോൺ ജംഗ്ഷൻ സ്റ്റേഷനുകൾ എന്ന് വിളിക്കാം. ഇനി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് 2 3 അതിലധികമോ ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എറണാകുളം
ജംഗ്ഷൻ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് നമുക്കിതാ തൃശ്ശൂർ ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഷൊർണൂർ ഭാഗത്തോട്ട് വരാം. ദെൻ അവിടെ നിന്ന് തന്നെ നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്തോട്ട് പോവാം. ട്രിവാൻഡ്രം ഭാഗത്തോട്ട് 2 രീതിയിൽ പോവാം അല്ലേ. കോട്ടയം വഴി ട്രിവാൻഡ്രം ഭാഗത്തോട്ട് പോവാം, ആലപ്പുഴ വഴിയും പോവാം. കണ്ടോ, അവിടുന്ന് തന്നെ നമുക്ക് മൂന്ന് ഡയറക്ഷനിലേക്കെങ്കിലും അവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേഷൻസിനെ നമ്മൾ ജംഗ്ഷൻ സ്റ്റേഷൻ എന്നാണ് പറയാം. ഇനി ഒരു റെയിൽവേ ലൈൻ ചെന്ന് എൻഡ് ആകുന്ന സ്ഥലമുണ്ട്, അതിനെയാണ് നമ്മൾ ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ റെയിൽവേ ലൈൻ ഉണ്ടായിരിക്കില്ല. അവിടെ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻജിനെ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെയാണ് നമ്മൾ ടെർമിനൽ സ്റ്റേഷനുകൾ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ദെൻ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. സോ 8ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്, ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് യാർഡ്സ് ആർ റിസെപ്ഷൻ, സോർട്ടിംഗ് ആൻഡ് ഡിസ്പാച്ച് ഓഫ് റെയിൽവേ വാഗൺസ്? ഏതാണ്? യെസ്, മാർഷലിംഗ് യാർഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ 9th ക്വസ്റ്റ്യൻ ഇതാണ്. 9th question, the gradient which determines the maximum load that engine can hold on a section. Okay, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റുകളെ പറ്റിയിട്ട് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്രേഡിയൻറ്റുകൾ നമ്മൾ പഠിക്കുമ്പം അതിൽ പറയുന്നതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ട്രാക്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്ന മാക്സിമം ഗ്രേഡിയൻറ്റിനെ അല്ലെങ്കിൽ സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്നുള്ളത്. റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്നുള്ളത് ഓക്കെ, ആ ഒരു ഗ്രേഡിയൻറ്റിലൂടെ നമ്മുടെ ട്രെയിൻ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോകാനായിട്ട് സാധിക്കും. ഒരു അഡീഷണൽ എൻജിൻ പവർ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ട്രെയിനിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയൻറ്റിനെയാണ് നമുക്ക് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. സോ ഇവിടെ എന്താണ് ആൻസർ വരിക? റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ നമുക്ക് ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് പറയാം 1/150 മുതൽ 1/200 വരെയാണ് പറയാം. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഹില്ലി ടെറൈൻ ആണ് എന്നുണ്ടെങ്കിൽ, ഹില്ലി ആയിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ 1/100 മുതൽ 1/150 വരെയാണ് സ്ലോപ്പ് പറയാറുള്ളത് കേട്ടോ. ഈ ഒരു സ്ലോപ്പിൻ്റെ വാല്യൂ കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഗ്രേഡിയൻറ്റ്, റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യമായിട്ടുള്ള 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. After the outer signal towards the station in a stop signal and exactly placed at the station limit is called. ഔട്ടർ സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേഷനിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന അവസാനത്തെ സ്റ്റോപ്പ് സിഗ്നൽ ആയിട്ട് പറയുന്നത് ഏത് സിഗ്നലിനെയാണ്? ഹോം സിഗ്നലിനെ അല്ലേ, ഹോം സിഗ്നലിനെ. അതെങ്ങനെയാണ് നമ്മൾ പറയാം? നമ്മൾ ഒരു ബ്ലോക്ക് സെക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ബ്ലോക്ക് സെക്ഷൻ ഞാൻ എടുത്തു. സോ ഒരു ബ്ലോക്ക് സെക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് സിഗ്നൽസിനെ 2 രീതിയിൽ പറയാം. അതായത് ഒന്നാണ് റിസെപ്ഷൻ സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, റിസെപ്ഷൻ സിഗ്നൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് പിന്നെ വരുന്നതാണ് ഡിപ്പാർച്ചർ സിഗ്നൽസും. ഓക്കെ, അപ്പോൾ റിസെപ്ഷൻ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിനെ ഒരു സ്റ്റേഷനകത്തോട്ട് റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് റിസെപ്ഷൻ സിഗ്നൽസ്. ഇനി ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിനിന് പുറത്തോട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ആണ് ഡിപ്പാർച്ചർ സിഗ്നൽസ്. ഇപ്പോൾ ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് വന്ന് അത് ആ ഒരു ബ്ലോക്കിനകത്തോട്ട് കടക്കണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ആ ഒരു ബ്ലോക്ക് സെക്ഷനകത്ത് നമ്മൾ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽ ആയിരിക്കും ഔട്ടർ സിഗ്നൽ. ഈ ഒരു ഔട്ടർ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ട്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ബ്ലോക്ക് സെക്ഷനകത്തോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ സിഗ്നൽ കിട്ടി. ഈ ഒരു ഔട്ടർ സിഗ്നലിലൂടെ നമ്മുടെ ട്രെയിൻ അകത്ത് കടന്നു. അത് ആ പോയിന്റ് ആൻഡ് ക്രോസിങ്ങിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഏത് പ്ലാറ്റ്ഫോമിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുക അല്ലേ. ആ പോയിന്റ് ആൻഡ് ക്രോസിങ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു സിഗ്നലും കൂടിയുണ്ട്. ആ സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോം സിഗ്നൽ. ഈ ഒരു ഹോം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ട്രെയിനിന്
പ്ലാറ്റ്ഫോമിലോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ടർ സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു സിഗ്നൽ ആരാണ്? ഹോം സിഗ്നൽ ആണ്. അപ്പോൾ ഈ ഒരു ഔട്ടർ സിഗ്നലിനെയും ഹോം സിഗ്നലിനെയും ചേർത്താണ് നമ്മൾ റിസെപ്ഷൻ സിഗ്നൽ എന്ന് പറയാറുള്ളത്. ഇത് രണ്ടുമാണ് റിസെപ്ഷൻ സിഗ്നലിന് എക്സാമ്പിൾ. അങ്ങനെ ഒരു ട്രെയിൻ വന്ന് ഈ ഒരു ബ്ലോക്കിനകത്ത് എത്തി, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ടു. ട്രെയിൻ നിർത്തിയിട്ട് ആളുകളൊക്കെ കയറി ഇറങ്ങി എല്ലാം കഴിഞ്ഞു. വിസിലടിക്കും അല്ലേ? വിസിലടിച്ചു കഴിഞ്ഞാൽ ട്രെയിനിന് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൻ പോവും. ഓക്കെ, അപ്പം ട്രെയിനിന് ആദ്യം കിട്ടുന്ന സിഗ്നലാണ്, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പൊക്കോളൂ എന്ന് പറഞ്ഞ് കിട്ടുന്ന സിഗ്നലാണ് സ്റ്റാർട്ടർ സിഗ്നൽ. സ്റ്റാർട്ടർ സിഗ്നൽ. അപ്പോൾ ഈ സ്റ്റാർട്ടർ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങും അല്ലേ? പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ചിലപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് ട്രെയിൻ കടന്നു പോവും. ചില സിറ്റുവേഷനുകളിൽ എന്തുണ്ടാവും? കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് എഗൈൻ ഒന്ന് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കാണാനായിട്ട് പറ്റും. അതായത് ചിലപ്പം ഈ ഒരു സ്റ്റാർട്ടർ സിഗ്നൽ കഴിഞ്ഞിട്ട് മറ്റൊരു സിഗ്നലും കൂടി നമ്മൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയാം. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടർ സിഗ്നൽ കിട്ടി മുന്നോട്ട് പോയ ട്രെയിനിന് ചിലപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ കിട്ടിയില്ല, സ്റ്റോപ്പാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ട്രെയിൻ നിർത്തിയിടും. ഈ ഒരു അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ട്രെയിനിന് പുറത്തോട്ട് ഈ ഒരു സെക്ഷൻ്റെ പുറത്തോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നലും കിട്ടി ഒരു ട്രെയിൻ പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ ട്രെയിനിനെ നിർത്താനായിട്ട് പറ്റില്ല. മനസ്സിലായോ? എല്ലാ സ്റ്റേഷനിലും അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടർ സിഗ്നൽ മാത്രമേ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു സ്റ്റാർട്ടർ സിഗ്നലിനെയും അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നലിനെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്പാർച്ചർ സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന 10 ചോദ്യങ്ങൾ. അപ്പോൾ ഈ 10 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെയിൽവേയിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോ സെഷനുകളിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് റെയിൽവേ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളുടെ ആൻസറുകൾ കമൻ്റായിട്ട് താഴെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളിപ്പം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, ഒരു കോച്ചിങ് സെൻറ്ററിലും ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈലം ടെക്നിക്കലിൻ്റെ ഓവർസിയർ ലെവൽ ആൻഡ് AE ലെവൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. കോഴിക്കോട് ക്യാമ്പസിലാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവുക. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോച്ചിങ് അസിസ്റ്റൻസോട് കൂടി ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സൈലം ടെക്നിക്കലുമായിട്ട് കോൺടാക്ട് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു ടോപ്പിക്കും കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.